പ്രവാസിയുടെ മനസ്സറിഞ്ഞുകൊണ്ട് അവസരങ്ങളും സൗകര്യം ഒരുക്കുന്നതിൽ ഈ സർക്കാരുകൾ പരാജയപ്പെടുന്നുണ്ട്. സർക്കാർ സ്വാഭാവികമായും പരാജയപ്പെടുന്നുണ്ട് തന്നെ പറയാം. കാരണം ഇപ്പോൾ 10 കൊല്ലത്തോളമായി ഇപ്പോൾ പിണറായി വിജയൻ്റെ സർക്കാരാണ്, LDF സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പൊതുവേ ജനങ്ങളോടൊക്കെ ചോദിച്ചു നോക്കിയാലും കുട്ടികളോട് ചോദിച്ചു നോക്കിയാലും അവിടെ ഒരു മാറ്റം വേണമെന്നുള്ള കാര്യം കുട്ടികൾ പറയുന്നുണ്ട്. ഭരണമാറ്റം വേണമെന്നുള്ളത് അത് ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലടക്കം ആ ഒരു മാറ്റത്തിൻ്റെ ഒരു കാറ്റ് കൂടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് കോർപ്പറേഷൻ ആണെങ്കിലും 50 വർഷത്തോളമായിട്ട് LDF ആണ് ഭരിക്കുന്നത്. ഇവിടെയുള്ള ചർച്ചകളിലും ഏറ്റവും കൂടുതൽ വരുന്നൊരു കാര്യം ഒരു ചേഞ്ച് എന്നുള്ളതാണ്. ക്യാമ്പസ് പൊളിറ്റിക്സിലൊക്കെ ാണല്ലേ അത് നിങ്ങളെ നോട്ടത്തിൽ അടുത്ത ആള് ദിവ്യ. എന്താണ് പായ് വോട്ടറാണ്? വോട്ടില്ല. വോട്ടൊക്കെ ആക്കാൻ പോവാണ്, വോട്ടർ പട്ടികയിലൊക്കെ പേര് വരാൻ പോവാണ് അല്ലേ. അപ്പൊ അത് കഴിഞ്ഞ് നമ്മള് പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യാൻ പോകുമ്പോഴേ നാടിന്റെ വികസനം നോക്കിയാണോ വോട്ട് ചെയ്യുക, അതോ നമ്മുടെ ഒരു രാഷ്ട്രീയ ആശയം, രാഷ്ട്രീയ നിലപാടൊക്കെ നോക്കി? രാഷ്ട്രീയ ആശയം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പാർട്ടി വേണം. സത്യം പറഞ്ഞാല് പക്ഷെ നമ്മള് എല്ലാ തൊടിയിലും കാലിടാൻ പറ്റില്ലല്ലോ. നമ്മൾ നോക്കുമ്പോൾ പാർട്ടി നോക്കുമ്പോൾ ഒരിക്കലും എന്താ പറയാ, ഞാനിപ്പോ പലപ്പോഴും നോക്കുമ്പോൾ പല പാർട്ടികളും മതപരമായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഇതിൽ ഇപ്പോൾ ഏതൊരു പാർട്ടിക്കാരനായാലും ഏതൊരു സ്ഥാനാർത്ഥി ആയാലും അവരുടെ പാർട്ടിയിൽ മതം കൊണ്ടുവരരുത്. കാരണം അവർ ഭരിക്കാൻ പോകുന്നത് ഒരു വിഭാഗക്കാരല്ല, അവർ ഈ നാടിൻ്റെ മൊത്തം വികസനത്തിന് വേണ്ടി വരുന്നത്. അപ്പോൾ അവർ ഹിന്ദു നോക്കി ഹിന്ദുവിന് മാത്രം വേണ്ടി ചെയ്താലോ മുസ്ലിംസിന് വേണ്ടി ചെയ്താലോ അത് നടക്കൂല. അവർ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വികസനമാണ് കൊണ്ടുവരേണ്ടത്. അപ്പോൾ നമ്മളും അങ്ങനെ തന്നെ വോട്ട് ചെയ്യുമ്പോഴും ചിന്തിക്കണം, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരും വോട്ട് ചെയ്യരുത്. ഇപ്പോൾ ഒരു ഭാഗത്തിന് വേണ്ടി മാത്രം വികസനം നടത്തുന്ന ആൾക്കാർക്ക് വോട്ട് ചെയ്തിട്ട് എന്താ കാര്യം? ബാക്കിയുള്ളവർ പിന്നെ അതിൽ നിന്ന് മാറും. പിന്നെ ഈ വോട്ടിങ്ങിലേക്കും നമ്മുടെ ഈ എന്താ പറയുക ഇലക്ഷനിലേക്കുള്ള ഒരു വിശ്വാസം പോകും എല്ലാവർക്കും. ജനാധിപത്യ പ്രക്രിയയിലൊന്നും അത്ര വിശ്വാസം ഇല്ല ഇപ്പോഴത്തെ തലമുറയ്ക്ക്. വിശ്വാസം ഇല്ല എന്നല്ല, അതിപ്പോ എല്ലാ കാലവും. അതെന്തുകൊണ്ടായിരിക്കും ഈ പാർട്ടികൾ മതങ്ങൾക്ക് പിന്നാലെ പോകുന്നത് പുതിയ കാലത്ത്? അതിപ്പോ അവരോട് സംഭവം മതം ഇന്നത്തെ കാലത്ത് വല്ലാത്ത. ആദ്യം നമ്മൾ തുടക്കത്തിൽ നമ്മളിപ്പോൾ ചെറുപ്പത്തിലൊക്കെ നോക്കുമ്പോൾ എന്താ, നമ്മളെ കേരളത്തിൽ പ്രത്യേകിച്ച് മതം വലിയൊരു പ്രശ്നമല്ല. മീൻസ് എല്ലാവരും ഒരു യൂണിറ്റി ആയിട്ടാണ് നടക്കുന്നത്. പക്ഷെ പുറത്തെങ്ങനെയാ, പുറത്ത് മതം വലിയൊരു ബ്രാൻഡിങ് ആണ്. ബ്രാൻഡിങ് നടത്തിയിട്ടാണ് അവർ ഈ അങ്ങനെ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ഗുരു ഉണ്ടെന്ന് വിചാരിച്ചാൽ ആ ഗുരുവിനെ ഒരു പാർട്ടി അങ്ങ് പോയി അപ്രോച്ച് ചെയ്താൽ ആ ഗുരുവിൻ്റെ പിന്നിലുള്ള എല്ലാവരും ഈ പാർട്ടിക്കാവും വോട്ട്. ഇപ്പം എന്താ, ആ പാർട്ടി തന്നെ ആ ഒരു മതത്തിനായി. അപ്പൊ അങ്ങനെ നമ്മളൊരു പാർട്ടിക്ക് വോട്ട് ചെയ്തിട്ട് അത് നല്ലതല്ല. അപ്പോൾ രാഷ്ട്രീയം പൊതുവായ വികസനത്തിന് വേണ്ടി ആവണമെന്നാണല്ലോ നമ്മൾ പറയാറ്. ഇത് പൊതുവായി എത്തുന്നില്ല, ഈ താല്പര്യങ്ങൾക്കനുസരിച്ച് പോക്കറ്റുകളിലേക്കും പോകുന്നു അല്ലേ? അത് മാറണം. അതും പ്രത്യേകിച്ച് എന്താ വെച്ചാൽ കുറച്ചൊക്കെ നമ്മളെ പോക്കറ്റിലേക്കും വരണം അല്ലേ? നമ്മുടെ പോക്കറ്റിലേ അല്ല, നമ്മളുടെ ആവശ്യങ്ങൾ നടക്കണം എന്നാണ്. നമ്മളൊരിക്കലും നമ്മളുടെ എന്താ പറയാ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ഇതല്ലല്ലോ മുന്നോട്ട് വെക്കുന്നത്. പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത് അവർ എടുക്കണം. അല്ലാതെ അവരുടെ സെൽഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഒരു മേജർ ഒരു ഏരിയയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. അവർ എല്ലാവരുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എല്ലാവരും എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, എന്താണ് ആവശ്യം എന്നുള്ളത്